മനുഷ്യൻ്റെ മനസ്സ് ക്രമാനുഗതമായി വളരുന്നു. അതാണ് വികാസം അല്ലെങ്കിൽ എവല്യൂഷൻ. മനസ്സിനുള്ളിൽ തന്നെയുണ്ട് ഒരു സ്വാഭാവികമായ ശേഷി. അത് ബാഹ്യലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്കും അതിലുപരി ദൈവിക ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾക്കും കൂടുതൽ അനുഭാവശീലമാകാനുള്ള കഴിവാണ്. മനസ്സാണ് എല്ലാം രേഖപ്പെടുത്തുന്ന ഉപകരണം. അത് നമ്മുടെ വളർച്ചയുടെ പ്രക്രിയയെ തിരിച്ചറിയുന്നു. മനുഷ്യനാവുന്നത് എങ്ങനെയെന്നത് മനസ്സ് രേഖപ്പെടുത്തുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇത് ആവുന്ന പ്രക്രിയ ബുദ്ധിയിലൂടെ പ്രകടമാകുന്നു. പിന്നീട് മനുഷ്യൻ ആത്മീയമായി വളർന്നപ്പോൾ മനസ്സ് ദൈവികമായ അസ്തിത്വം പോലും അനുഭവിക്കാൻ തുടങ്ങുന്നു. അതായത് ആവുന്നത് ബുദ്ധിയുടെ പ്രകടനമാകുമ്പോൾ അസ്തിത്വം അനുഭവിക്കുന്നത് അന്തർജ്ഞാനം, ദാറ്റ് ഈസ് ഇൻറ്റ്യൂഷൻ വഴിയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാം. മനസ്സ് ഒരു ഉപകരണം മാത്രമാണ്. അതിലൂടെ നാം ലോകത്തിലെ സംഭവങ്ങളെ തിരിച്ചറിയുന്നു. അതിലൂടെ ആത്മാവിൻ്റെ ജ്ഞാനവും സ്വീകരിക്കുന്നു. മനസ്സ് ശരിയായി ഉപയോഗിക്കുമ്പോൾ അത് ജ്ഞാനത്തെ കൃത്യമായി ഉൾക്കൊള്ളുകയും ബാഹ്യലോകത്തിൽ നിന്നുള്ള അനുഭവങ്ങളും ആത്മീയ ലോകത്തിൽ നിന്നുള്ള ദിവ്യജ്ഞാനവും തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തമാക്കാനും അതുവഴി ആത്മീയ ബോധത്തിലേക്ക് ഉയരാനും പഠിക്കണം. മനസ്സ് ലോകത്തെ കാണാനുള്ള ഉപകരണമാണ്. ആത്മാവ് സത്യത്തെ അറിയാനുള്ള വഴിയാണ്. രഞ്ജിത്ത്, യോഗ പ്രാണവിദ്യ ഇൻസ്ട്രക്ടർ. താങ്ക് യു. നമസ്തേ.